ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ബന്ധപ്പെട്ട് ഓരോ ടീമുകളെ പറ്റിയിട്ടുള്ള അവലോകനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി 6ാമത്തെ ടീമിനെ പറ്റിയുള്ള അവലോകനമാണ്. പോയിന്റ് ടേബിളിൽ 6ാമത് ഫിനിഷ് ചെയ്ത ടീമായിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റിയുള്ള അവലോകനമാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഏതായാലും IPLന്റെ ഈ 17 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും കപ്പിൽ മുത്തമിടാൻ സാധിക്കാത്ത ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, എസ്പെഷ്യലി ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് IPLൽ വലിയ പ്രകടനങ്ങളൊന്നും അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എസ്പെഷ്യലി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് 2-3 വർഷം നല്ല പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. 2020 മുംബൈ ഇന്ത്യൻസുമായിട്ട് ഫൈനലിൽ അവർ കളിക്കുകയും ഫൈനലിൽ മുംബൈയുമായിട്ട് അവർ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനു മുമ്പുള്ള കുറേ വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2013 തൊട്ട് 2019 വരെയുള്ള സീസണിലും ഇതുപോലെ മികച്ച പ്രകടനങ്ങളൊന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 2 വലിയ കമ്പനികളാണ് അതിനെ ഓൺ ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് JSW ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ജിൻഡാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. മറ്റൊന്ന് എന്ന് പറയുന്നത് GMR ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പാണ്. ഈ 2 ഗ്രൂപ്പുകളാണ് അതിന്റെ മേജർ ഓഹരികൾ കൈയാളുന്നത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും 2 വർഷം കൂടുമ്പോൾ ഇതിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. റിക്കി പോണ്ടിങ് ആയിരുന്നു അവരുടെ സപ്പോർട്ട് സ്റ്റാഫിൽ, അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആള്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് അവർ മാറ്റിയിരിക്കുകയാണ്. പകരമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പഴയ ഇന്ത്യൻ താരമായിട്ടുള്ള ഹേമംഗ് ബദാനിയെ അവരുടെ കോച്ചിങ് സ്റ്റാഫായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, ഹെഡ് കോച്ചായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഒപ്പം തന്നെ ആന്ധ്രയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി കളിച്ച അണ്ടർ-19 ഇന്ത്യൻ പ്ലെയർ ആയിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഏകദിന മത്സരങ്ങളിലെല്ലാം അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ക്രിക്കറ്റിന്റെ ഡയറക്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വേണുഗോപാൽ റാവു ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ടീമിൽ, എസ്പെഷ്യലി അവരുടെ ഈ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട താരങ്ങളുള്ള ഒരാളായിട്ടുള്ള ഋഷഭ് പന്ത് ശരിക്കും പറഞ്ഞാൽ തുടക്കകാലം തൊട്ട് തന്നെ ഡൽഹിയുടെ താരമായിരുന്നു. പക്ഷേ ഈ വർഷം അദ്ദേഹം ഡൽഹിയുടെ കൂടെയില്ല. അദ്ദേഹം ഓപ്ഷനിലേക്ക് പോവുകയും ഈ 2025 ഓപ്ഷനിൽ ഏറ്റവും വലിയ തുകയ്ക്ക് വിറ്റുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ടീമിനെ, പുതിയ ക്യാപ്റ്റനെയും ഒക്കെ ആയിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ഈ ടൂർണമെന്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഡൽഹിയുടെ അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, ഡൽഹിയിലുള്ള ഗ്രൗണ്ടാണ് അത്. പണ്ട് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറെ നാളുകൾക്ക് മുന്നേ വരെ കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് ഒരുപാട് ബെനിഫിറ്റ് അവിടെ കളിക്കുമ്പോൾ കിട്ടുന്നുമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് അവിടെ കളിക്കുന്ന IPL മത്സരങ്ങളിൽ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ IPL മത്സരത്തിൽ വലിയ സ്കോറുകൾ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. 220 റൺസ്, 250 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത മാച്ചുകൾ. ഏറ്റവും കുറവായിട്ട് വന്ന സ്കോർ എന്ന് പറയുന്നത് പോലും 180 എന്ന് പറയുന്ന ഒരു സ്കോർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും 220, 230, 250 പോലെയുള്ള വലിയ സ്കോറുകളിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് വളരെ അനുകൂലമായി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 2023 ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ നടന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ പിച്ചുകളും റീലേ ചെയ്തിരുന്നു. അതായത് പൊളിച്ച് പുതിയ പിച്ചുകൾ ആ ഒരു ഗ്രൗണ്ടുകളിൽ, പല ഗ്രൗണ്ടുകളിലും, മേജർ ആയിട്ടുള്ള ഗ്രൗണ്ടുകളെല്ലാം പണിതിരുന്നു. ആ സമയത്ത് ഈ പിച്ചിന്റെ കണ്ടീഷൻ ടോട്ടലായിട്ട് മാറുകയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന ഗ്രൗണ്ട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ബൗണ്ടറികളും സിക്സറുകളും കണ്ടെത്താൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്കോറുകൾ കഴിഞ്ഞ സീസണിൽ വരുന്നത് കണ്ടിരുന്നു. ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പിച്ച് കണ്ടീഷൻസ് ക്യൂറേറ്റർമാർ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു ടീം നിരയിലേക്ക് വരുമ്പോൾ അവരൊരു പുതിയ ക്യാപ്റ്റനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഋഷഭ് പന്ത് എന്തായാലും അവിടെ നിന്ന് വിട്ടുപോയിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു പുതിയ സ്റ്റാർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന അക്സർ പട്ടേലിനെ അവർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കും. വളരെ നല്ല ഒരു മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിടയ്ക്ക് ഇന്ത്യ അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല ഒരു മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അവരുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ, ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹാരി ബ്രൂക്ക് ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനായിട്ട്, അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് IPL കളിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം IPLന്റെ തുടക്കത്തിൽ തന്നെ BCC ഒരു തീരുമാനം എടുത്തിരുന്നു. ഇതുപോലെ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ടീം പിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും താരങ്ങൾ പിന്മാറുകയാണെങ്കിൽ അവരെ 2 കൊല്ലത്തേക്കെങ്കിലും വിലക്കും എന്നുള്ളതായിരുന്നു BCCയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഹാരി ബ്രൂക്കിനെതിരെ ആ ഒരു തീരുമാനം പ്രയോഗിക്കാനായിട്ട് BCCI ഉറപ്പായിട്ടും മുൻകൈ എടുക്കും. അദ്ദേഹത്തിന് ഇനി 2 വർഷത്തേക്കെങ്കിലും IPL കളിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ്, ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആയിട്ടാണ് അവർ ടീമിൽ എടുത്തിരുന്നത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. അതിന് പകരമായിട്ട് ഒരു പകരക്കാരനെ അവർ ഡെഫിനറ്റ് ആയിട്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഡിവാൾഡ് ബ്രെവ്സിന്റെ പേര് പറയുന്നുണ്ട്, ഗുൽബുദ്ദീൻ നൈബ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറുടെ പേര് പറയുന്നുണ്ട്. ആരാണ് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഇനി അവരുടെ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ആരൊക്കെ ആയിരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ KL രാഹുലിനെ ഡെഫിനറ്റ് ആയിട്ടും അവർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഒരു 1 ഡൗൺ പൊസിഷനിൽ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു 14 കോടിക്ക് മുകളിലുള്ള ഒരു തുക കൊടുത്തിട്ടാണ് ഈ ഒരു വർഷത്തെ ഓപ്ഷനിൽ ഡൽഹി ക്യാപിറ്റൽസ് വിളിച്ചെടുത്തത്. അദ്ദേഹത്തിന് വിളിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള ഒരു തീരുമാനമാണെന്നാണ് കരുതിയത്. പക്ഷെ അത് ചെയ്തില്ല, അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ 3 പേരാണ് ഈ ഓപ്പണിംഗ് 1 ഡൗൺ ആ ഒരു പൊസിഷനിൽ 3 പേരുള്ളതെന്ന് പറയുന്നത്. ഒന്ന് KL രാഹുൽ, മറ്റൊന്ന് ഫാഫ് ഡു പ്ലസി ആണ്. അദ്ദേഹത്തിനെ ബേസ് പ്രൈസിൽ സ്വന്തമാക്കിയത് ഡൽഹിക്ക് വളരെയധികം ഗുണം ചെയ്യും. എസ്പെഷ്യലി ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ വലിയ സ്കോറുകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു താരമാണ് ഡു പ്ലസി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ജെയ്ക്ക് ഫ്രേസർ മെഗുറുഗാണ്. കഴിഞ്ഞ വർഷം നല്ല പ്രകടനങ്ങൾ മെഗുറുഗിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ഫോമിലാണ്. പക്ഷേ ഈ 3 താരങ്ങളായിരിക്കും അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ആദ്യത്തെ 3 പേരിൽ വരുന്ന പ്രധാന താരങ്ങൾ. ഈ 3 താരങ്ങളും റൈറ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർ ആരും തന്നെ ഇല്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നമ്പർ 4 പൊസിഷനിൽ അഭിഷേക് പോറൽ എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ട്രൈസ്റ്റൺ സ്റ്റബ്സ് ആണ്, സൗത്ത് ആഫ്രിക്കയുടെ ബാറ്ററാണ്, ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്ററാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മ കഴിഞ്ഞ വർഷം പഞ്ചാബിന് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹത്തിനെ ആയിരിക്കും ഒരു നമ്പർ 6 പൊസിഷനിലേക്ക് അവർ കരുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ചാൻസ് കൊടുക്കുകയും അദ്ദേഹം റൺസ് കണ്ടെത്തുന്നില്ലെങ്കിൽ അതിന് പകരമായിട്ട് സമീർ റിസ്വി എന്ന് പറയുന്ന മറ്റൊരു താരത്തിനെ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കോറായിട്ടുള്ള 6 ബാറ്റർമാർ. ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബാറ്റർ എന്ന് പറയുന്നത് കരുൺ നായരാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ഒരുപാട് റൺസുകൾ കണ്ടെത്തുന്ന താരമാണ്. അത് രഞ്ജി ട്രോഫിയിലായിക്കോട്ടെ, വിജയ ഹസാരെ ട്രോഫിയിലായിക്കോട്ടെ, സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലായിക്കോട്ടെ, എല്ലാ ഫോർമാറ്റിലും ഒരുപാട് റൺസുകൾ കഴിഞ്ഞ ഒരു സീസണിൽ വിദർഭയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ് കരുൺ നായർ. അപ്പോൾ അദ്ദേഹത്തിനെ 11ലേക്ക് കൊണ്ടുവരുവാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതും കറക്റ്റായിട്ട് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതി. ഏതായാലും ഇതാണ് അവരുടെ ടോപ്പ് 6ൽ വരുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേൽ ആയിരിക്കും. അക്സർ പട്ടേൽ ഒരു സ്പിന്നർ ആയതുകൊണ്ട് ഞാൻ നമ്പർ 7 പൊസിഷനിൽ നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പലപ്പോഴും ഇന്ത്യക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് മുന്നേ ബാറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ കുൽദീപ് യാദവാണ്. അപ്പോൾ ആ 2 സ്പിന്നർമാർ എന്ന് പറയുന്നത് മികച്ച 2 സ്പിന്നർമാരാണ് എന്നുള്ളതാണ് ഡൽഹിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ വിലയ്ക്കാണ് അദ്ദേഹത്തിനെ കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയത്. പക്ഷേ ആ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റാതെ പോയ മിച്ചൽ സ്റ്റാർക്ക് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിശ്വരൂപം കാണിക്കുകയായിരുന്നു. ആ ഒരു പ്ലേ ഓഫിലും അല്ലെങ്കിൽ ഫൈനൽ മത്സരത്തിലേക്കൊക്കെ വന്നപ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ആയിരിക്കും ആ ഒരു നമ്പർ 9 പൊസിഷനിൽ ഉണ്ടാവുക. ഇനി 2 ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. അതൊന്ന് നടരാജനായിരിക്കും. നടരാജൻ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാൾ എന്ന് പറയുന്നത് മുകേഷ് കുമാറാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു 11 എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇമ്പാക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് മോഹിത് ശർമ്മയായിരിക്കും. മോഹിത് ശർമ്മയും ഈ സ്ലോ ബൗൺസറുകളും യോർക്കറുകളും ഒക്കെ എറിയാൻ കഴിവുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും അവരുടെ ഒരു കോർ ടീം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അതിന് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ ദുഷ്മന്ത ചമീര എന്ന് പറയുന്ന ശ്രീലങ്കയുടെ ഫാസ്റ്റ് ബോളർ ടീമിലുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ ഡൊണോവൻ ഫെരേര എന്ന് പറയുന്ന ഒരു മിഡിൽ ഓർഡർ ബാറ്ററും കൂടെ അവരുടെ ടീമിലുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടീമിനെ വെച്ചിട്ടായിരിക്കും അവരുടെ 11 സെറ്റ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അവരുടെ ഒരു ശക്തിയും ദൗർബല്യവും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ആ മിഡിൽ ഓർഡറിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററുടെ അഭാവം ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഫാഡു പ്ലസിയും അല്ലെങ്കിൽ മെഗുർഗും KL രാഹുലും ഒക്കെ ചേർന്ന് നല്ലൊരു തുടക്കം നൽകിയാൽ പോലും അതിനുശേഷം വരുമ്പോൾ നല്ല ഒരു ഫിനിഷിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റർ ഉണ്ടോ? അശുതോഷ് ശർമ്മയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ഒരു സീസണിൽ നന്നായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ല സ്ട്രോങ് ആണ്. കാരണം 2 നല്ല സ്പിന്നർമാരുണ്ട്. അവിടെയുള്ള ഒരു ചെറിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് ആയിട്ടൊരു നല്ല സ്പിന്നർ അവരുടെ ടീമിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് അക്സർ പട്ടേലിനോ കുൽദീപ് യാദവിനോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പകരമായിട്ട് ഒരു സ്പിന്നറിനെ കൊണ്ടുവരുവാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കപ്പ് അവിടെ മോശമാണ് എന്നുള്ളതാണ്.
ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർ 3 പേരുള്ളത് 3 പേരും നല്ലതാണെന്ന് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്കാണ് അവരുടെ കൂടെയുള്ളത്. ആ ഒരു ഏരിയ നല്ലൊരു ഏരിയ ആണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലാണ് കളിക്കുന്നതെങ്കിൽ ഈ നമ്പർ 6 പൊസിഷൻ വരെ അശുതോഷ് ശർമ്മ, അത് കഴിഞ്ഞ് നമ്പർ 7 പൊസിഷനിൽ വരുന്നത് അക്ഷർ പട്ടേലാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബാറ്ററേയും കൂടെ അവിടെ ഇമ്പാക്റ്റ് ആയിട്ട് കളിപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും പല താരങ്ങളും ഫോമിലല്ല എന്നുള്ളതും ഹാരി ബ്രൂക്ക് പിന്മാറി എന്നുള്ളതുമാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഏതായാലും DC-യുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ഒരു കപ്പ് പോലും നേടാൻ പറ്റാത്ത ഒരു ടീമാണ്. പക്ഷേ ഒരു പുതിയ കോച്ചിങ് സ്റ്റാഫിന്റെ കീഴിലാണ് അവർ ഈ വർഷം കളിക്കാൻ ഇറങ്ങുന്നത്. ഈ വർഷമെങ്കിലും, അതായത് 18ാമത്തെ വർഷമെങ്കിലും ഒരു കപ്പ് നേടാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയും അടുത്ത ടീമിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.